റിയ എന്താ പൂജയ്ക്ക് വരാതിരുന്നത്? ഓ മാം വരൂ. പ്രഭ അന്വേഷിച്ചിരുന്നു കേട്ടോ. ദാ പ്രസാദം. ആ ആക്ച്വലി ഞാൻ റിയ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചു. എന്തിന്? ഉദയം മരിച്ചതിന് ശേഷം പ്രഭ നല്ല ഷോക്കിലായിരുന്നു. ആൻഡ് റിയാണ് ശരിക്ക് അതിൽ നിന്ന് അവളെ രക്ഷിച്ചത്. ഓ എന്തിനാ മാം വെറുതെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ഒക്കെ? മാം ഇരിക്കും, ഞാൻ കോഫി എടുക്കാം. ഷോ. How much sugar? Two spoons. Da, coffee. Nice coffee. റിയ എങ്ങനെയാ ഇതൊക്കെ ഒറ്റയ്ക്ക്? വേറെ ആരും ഇല്ലല്ലോ മാം, ചെയ്തല്ലേ പറ്റൂ. കോഫി കുടിക്കുന്നില്ലേ? It'll get cold. അയ്യോ, ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. I knew it. അപ്പത്തെ സംശയം തെറ്റിയില്ല. തോക്ക കണ്ണാടി ഊരടാ, കള്ളക്കുരുടാ. ഊരാം. I was such a fool. മാഡം, ഞാൻ അറിയാതെ ഇതിൽ വന്ന് പെട്ടുപോയതല്ലേ. അന്ന് തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ മാഡത്തിന്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കില്ലായിരുന്നല്ലോ. നിനക്ക് കണ്ണ് കാണില്ലായിരുന്നു എന്നല്ലേ ഞാൻ വിചാരിച്ചത്. പോരാത്തതിന് ആ ഡിക്കോട്ട് അവിടെ നിന്ന് മൂങ്ങി പോലെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നില്ലേ. ഞാൻ കാരണം ആ കിളവിയും പാവം. എനിക്ക് മനസ്സിലാവാത്തത് താൻ എന്തിനിങ്ങനെ കണ്ണ് കാണാത്ത പോലെ ഡ്രാമ കളിക്കുന്നതെന്നാ. അതിപ്പോ കാരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മാം. പക്ഷെ തീരുമാനമായത് ഇരുന്നിരുന്ന് തരപ്പെട്ടു വന്നൊരു ജോലിയും കൂടെ കയ്യിൽ നിന്ന് പോയപ്പോഴാ. മാഡത്തിനറിയോ, ഒരു സ്കൂളിലെ മ്യൂസിക് ടീച്ചർ പൊസിഷൻ എൻ്റെ പകുതി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരുത്തൻ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി. എന്താ കാരണം? അവന് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്ന് മാഡം, ഇതുപോലൊരു വീട് ഈ സിറ്റിയിൽ 200 രൂപ വാടകയ്ക്ക് കിട്ടുമോ? പക്ഷെ എനിക്ക് കിട്ടും, ഞാൻ അന്ധനായതുകൊണ്ട്. നന്നായി അഭിനയിച്ചോണ്ടെന്ന് പറ. അതെ, അങ്ങനൊരു പൊട്ട ബുദ്ധി
എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് നടക്കാൻ. പക്ഷെ അത് ഇത്ര വലിയ കുരിശാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിനക്ക് കണ്ണ് കാണാവുന്ന കാര്യം എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല, ഇനി ആരും അറിയാനും പോകുന്നില്ല. സത്യമായിട്ട് മാഡം, ഞാൻ ഈ നാട് തന്നെ വിട്ട് എങ്ങോട്ട്? ഇരി. ഓ വേണ്ട, ഇരിക്കാനാ പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ട് സംസാരിക്കാം. പ്രഭയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ? ചേ ആക്ച്വലി ഞാനും പ്രഭയുടെ ഫാദറും തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. ദിനേഷ് വാസ് ജസ്റ്റ് എ ഗുഡ് ഫ്രണ്ട്. മനസ്സിലായി, തെറ്റില്ല, മനസ്സിലായി. ഉദയ്ക്ക് എപ്പോഴും ഉള്ളതാ ഈ സർപ്രൈസ്. എന്നിട്ടിപ്പോൾ എന്തായി? മാഡം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിയാനോ ആണ് സത്യം. ഞാൻ ഈ നാട് വിട്ടു പോയിക്കോളാം, എങ്ങോട്ടെങ്കിലും. മാത്രമല്ല, ഞാൻ പോലീസിൽ മൊഴിയും കൊടുത്തു. ഇനിയിപ്പോൾ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നീ ആരുടെ ഫൂലൻ ദേവിയോ? ഫോൺ എടുക്ക. മറ്റവനായിരിക്കും ആ ജിമ്മൻ പോലീസുകാരൻ. നിന്റെ ഗുഡ് That gun is fake like you, man. നീ എനിക്ക് തിന്നാൻ തന്ന് ഞാനൊരു സീക്രട്ട് വീഡിയോ കാണിക്കട്ടെ. എനിക്ക് സീക്രട്ട് ഇഷ്ടമല്ല. നീയാണൊരു തരികിടയെന്ന് റേ പറഞ്ഞിട്ടുണ്ട്. ആരാ തരികിടയെന്നേ? ഈ വീഡിയോ കാണുമ്പോ ചേച്ചിക്ക് പിടി കിട്ടും. ചേച്ചി 100 രൂപ തന്നാ മതി. ഞെട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഞെട്ടുന്ന്. ഇനി എനിക്ക് 200 രൂപ വേണം. ചേച്ചി എന്റെ പൈസ. റേ 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 എഴുന്നേക്ക്. അന്ന വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. പിന്നെ നിനക്കറിയാലോ അവൻ സെൻസിറ്റീവ് ആണ്, ക്യൂട്ടാണ്. പിന്നെ 14-ാം വയസ്സിൽ ബോൾ കൊണ്ട് കണ്ണു കാണാതെ. അവൻ അന്തനൊന്നും അല്ല. എന്ത്? ആ സത്യം ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ താഴെ ഒരു തലതെറിച്ച ചെറുക്കനില്ലേ, അവനോട് ചോദിക്കേ. എന്നോട് എന്തിനാ ചോദിക്കണേ? സോറി, ഞാനെന്തൊക്കെയാ കേൾക്കുന്നേ? ഞാനെന്നാ വേണ്ട, ഇരിക്കേ, ഞാൻ പോവാം.
അവനോട് ഒരു കാര്യം പറഞ്ഞേക്ക്. ഇനി സൈമൺസിൽ അവന്റെ സേവനം ആവശ്യമില്ല.